ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ എവിടെയല്ല പോകുന്നത്, നമ്മുടെ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് പഞ്ചായത്തിലുള്ള അമ്പനാട് ഹിൽസിലോട്ടാണ് പോകുന്നത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ റീൽസൊക്കെ കണ്ട് ഒത്തിരി പേര് അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പോകുന്ന വഴി കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് ഓഫ് റോഡൊക്കെ ഉള്ള എന്നാൽ അതിമനോഹരമായൊരു സ്ഥലമാണ് അമ്പനാട് ഹിൽസ്. അമ്പനാട് ഹിൽസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ടീ ആൻഡ് ഓറഞ്ച് പ്ലാന്റേഷൻസ്, അത് എസ്റ്റേറ്റ് ആണ്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ഇതുപോലത്തെ ഒത്തിരി ചോലകളും അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാം. അവിടെയൊക്കെ പണിയെടുക്കുന്ന വർക്കേഴ്സിനെ നമുക്ക് കാണാം. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടുകൾ കണ്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് കഴുത്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാമ്പഴത്തറ എത്തുന്ന റൂട്ടിലെത്താം. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള റൂട്ടാണ് ഈ അമ്പനാട് ഹിൽസിലേക്കുള്ള വഴി. ഇതൊരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റാണ്. അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടുത്തെ ആൾക്കാരോട് ഇച്ചിരി ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുവാണ്. പോകുന്ന വഴി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നെങ്കിൽ ഫോട്ടോ എടുക്കാം. ഒരു കുഞ്ഞ് ഏറുമാടം പോലത്തെ ഒരു സ്ഥലമാണ്. ഇതാണ് നമുക്ക് പോകേണ്ടത്. അപ്പം എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 100 രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു പ്രൈവറ്റ് ടീ പ്ലാന്റേഷനാണ്. അപ്പോൾ 100 രൂപ ടിക്കറ്റ് എടുത്ത് അവിടുത്തുകാരോട് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഈ റോഡിൻ്റെ ഇത് കാണുമ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അധികം ആരും അമ്പനാട് ഹിൽസ് എക്സ്പ്ലോർ ചെയ്യാത്ത ചെറിയൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് പോകുന്നത്. കണ്ടോ, എന്ത് അതിമനോഹരമായ വ്യൂ ആണെന്ന് നോക്കിക്കേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും അവിടെ ആരും അധികം കയറിയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഈ പോണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ കോടമഞ്ഞും ആ വ്യൂവും ഞങ്ങൾക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ വ്യൂ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള ഞങ്ങളൊരു എക്സ്പ്രഷൻ. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് അതാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടോ എന്ത് ഭംഗിയാണ്. അപ്പോൾ അമ്പനാട് ഹിൽസ് പോകുന്നവർ ഈ സ്പോട്ട് മറക്കാതെ സൂക്ഷിക്കാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെ നല്ല ഇച്ചിരി ചതുപ്പ് നിലം പോലെയാണ്, എന്നാലും സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു പാറയിൽ അവിടെ നമുക്കൊരു എക്കോ പോയിൻ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഇരുന്ന് കാറ്റൊക്കെ കണ്ട് നമുക്കൊരു 360 ഡിഗ്രിയൊക്കെ വ്യൂ നമുക്ക് കണ്ട് ആസ്വദിച്ച് കുറേ നേരം ഇരിക്കാം. പോകുന്ന വഴിയാണ് ഈ ഒരാളെ കൈ കിട്ടിയത്. ഞാൻ അടുത്തുള്ള ചെറിയ കടയിൽ നിന്ന് ഗോതമ്പ് വരിയൊക്കെ മേടിച്ചൊരു കുഞ്ഞു പാക്കറ്റിലാക്കിയായിരുന്നു. അതൊക്കെ ഫീഡ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. അതങ്ങോട്ട് അടുക്കുന്നില്ല. ലാസ്റ്റ് എൻ്റെ കയ്യിൽ തന്നെ തടഞ്ഞു. ഞാനങ്ങനെ കുറേ വീഡിയോ ഒക്കെ കൂട്ടത്തിലെടുത്ത് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ് ആശാൻ്റെ അവിടെ നിന്നും ബൈ പറഞ്ഞ് പിരിഞ്ഞു പോയത്. ഇത് മാത്രമല്ല, അവിടെ കേള എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആടുണ്ട്. പിന്നെ കുരങ്ങന്മാരെ കാണാം, ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാം. അങ്ങനെ ഒത്തിരി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല, അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയാത്ത വിധത്തിലുള്ള ഒത്തിരി വ്യൂസും ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ചു മടങ്ങിയാണ്. ഓക്കെ, ബൈ.